ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഗോപകുമാർ പറഞ്ഞതിൽ തെറ്റുണ്ട്. ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ സദ്ദാം ഹുസൈനെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കാനും മുസ്ലിം വികാരം ആളിക്കത്തിക്കാനും EMS തയ്യാറായതിൽ മറ്റൊരു അജണ്ട ഉണ്ടായിരുന്നു. 89 ഷബാനു കേസിന് ശേഷം EMS ശരീഅത്തിനെതിരായി പറഞ്ഞ ചില കാര്യങ്ങൾ EMSനെതിരായി വ്യാപകമായ രീതിയിൽ CPM-നെതിരായ മുസ്ലിം വികാരം ഉണർത്തിവിട്ടിരുന്നു. അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് 90-കളിൽ സദ്ദാം ഹുസൈനെ. എനിക്ക് എതിർപ്പുണ്ട്. എനിക്ക് ഒരു പ്രസ്താവന തിരുത്താൻ വേണ്ടി അത്ര ചീഫ് കളിക്കുന്നത് ആ ഒരു നേതാവല്ലായിരുന്നു EMS. അത് മുമ്പ് സന്ദീപ് കുറച്ച് പറഞ്ഞ ക്ലാരിഫിക്കേഷൻ എന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് അദ്വാനി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് സന്ദീപ് പറഞ്ഞു. ഒറ്റപ്പാലത്തെ BJP-യുടെ മണ്ഡലം കാര്യവാഹമാണെന്ന് തോന്നുന്നു സന്ദീപ്, അല്ലേ? അങ്ങനെ ഒരു BJP-യുടെ ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറിയാണ്. സെക്രട്ടറി. അപ്പം മണ്ഡലം സെക്രട്ടറിയായ സന്ദീപിനെ കൺവിൻസ് ചെയ്യാൻ അദ്വാനി കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് BJP നേതൃത്വത്തെയും RS നേതൃത്വത്തെ കൺവിൻസ് ചെയ്യാനായിട്ട് അദ്വാനി കഴിഞ്ഞില്ല? തീർച്ചയായും RS നേതൃത്വത്തെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് ഇത്തവണ അദ്വാനിജിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചതും രാഷ്ട്രീയ സ്വയംസേവകത്തിന്റെ സംഘചാലക് തന്നെ. രാഷ്ട്രീയ ഏജന്റ് RS ആണോ? മനസ്സിലായില്ല. BJP-യുടെ രാഷ്ട്രീയ ഏജന്റ് RS ആണ്. അതായത് നിങ്ങൾ പറയുകയുണ്ടായി ഇപ്പം RSS അനുകൂലിച്ചത് കൊണ്ടാണ് അദ്വാനിജി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെ സമിതി തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയ സ്വയംസേവക അവർക്ക് തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങൾക്ക് BJP-യിൽ വിലയുണ്ട്. BJP-യിലെ 90% പ്രവർത്തകരും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വന്നവരാണ്, സ്വയംസേവകരാണ്. ആ നിലയ്ക്ക് സംഘത്തിന്റെ നിലപാടുകൾ തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ ഒരു കാര്യം, അതായത് നമ്മളിപ്പം വർഗീയത എല്ലാ മുന്നണികളും ഇവിടെ അണിക്കത്തിക്കാൻ നോക്കുമല്ല, ആ വർഗീയത എന്ന് പറഞ്ഞ ഒരു ഇലക്ഷൻ ടൂളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അതായത് പ്രഗ്യാ സിംഗിനെയും വേറെ ഉണ്ടല്ലോ എന്തോ ഠാക്കൂർ, അയാളെ കുറിച്ച് എന്താണ് സന്ദീപിന്റെ അഭിപ്രായം? മലേഗാവ് സ്ഫോടനത്തിനുള്ളിൽ പ്രവർത്തിച്ച ചെക്കലിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇന്ത്യയുടെ മണ്ണിലാണ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മണ്ണിൽ ഹിന്ദുവിന്റെ പേരിൽ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? തീർച്ചയായും തീവ്രവാദം ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും രാജ്യദ്രോഹമാണെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രഗ്യാ സിംഗിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചിട്ടില്ല. പ്രഗ്യാ സിംഗ് ചെയ്തത് പ്രഗ്യാ സിംഗിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ സിമിയുടെ പ്രവർത്തകർ കൊല ചെയ്തു. മലേഗാവിൽ സിമിയുടെ പ്രവർത്തകരാണ് പ്രഗ്യാ സിംഗിന്റെ ഒരു അനുയായിയെ കൊല ചെയ്തത്. അതിനുള്ള പ്രതികാരം എന്ന നിലയ്ക്ക് മലേഗാവിലുള്ള സിഡി ഓഫീസിന് മുന്നിൽ നടത്തിയ ഒരു ബോംബ് സ്ഫോടനമായിരുന്നു. അത് രാജ്യദ്രോഹപരമാണ്. വരെ സമ്പാദിച്ചാണ് ഈ ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുന്നത്. കേണൽ പുരോഹിത് അടക്കമുള്ള കരസേന ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അവരുടെ കയ്യിൽ നിന്ന് RDX മേടിച്ചാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത്. ഹേമന്ത് കാർക്കറെ പോലുള്ള വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ രാജ്യദ്രോഹികളെന്നും ഈ ഇതിന് പ്രവർത്തകരെ പിടിക്കാൻ നോക്കിയ രാജ്യദ്രോഹികളെന്നും അതിനുശേഷം അവർ പിടിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കാർക്കറെ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ വീര ജവാനെന്ന് വാഴ്ത്താനായിട്ടാണ് നിങ്ങൾ ശ്രമിച്ചത്. തീർച്ചയായും മറുപടിയുണ്ട്, മുഴുവൻ കേൾക്കുമെങ്കിൽ മാത്രം. എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ വിഷയം, മലേഗാവിൽ നടന്ന സ്ഫോടനത്തിൽ RDX ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. 1. 2, ഇന്ത്യൻ പട്ടാളക്കാർക്ക് RDX കൈകാര്യം ചെയ്യാറില്ല. ഇന്ത്യൻ സൈന്യം RDX കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു കൂടുതൽ സപ്ലൈ ചെയ്യപ്പെട്ടത്. നമ്മൾ ഈ വർഗീയത എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ കുറച്ചുകൂടെ സംസാരിക്കുന്നത്. പക്ഷേ സമ്മതിക്കൂ, ഞാൻ പറയാനുണ്ട്. ചോദ്യത്തിന് മറുപടി പറയട്ടെ ഗോകുമാർ. ഒരു സെക്കൻഡ് ഞാൻ സഹിഷ്ണുത കാണിക്കൂ. ഗോകുമാർ പറയുന്ന സംജോത്ത എക്സ്പ്രസ് സ്ഫോടനത്തിലും മലേഗാവ് സ്ഫോടനത്തിലും RDX ഉപയോഗിച്ചിട്ടില്ല. ആ കേസുകളുടെ മെറിറ്റിലേക്ക് നമുക്ക് കിടക്കാം. BJP-യുടെ നിലപാട്, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഈ രാജ്യത്തിനെതിരായിട്ട് ആര് തീവ്രവാദം നടത്തിയാലും അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും തീവ്രവാദമാണ്. ആ നിലയ്ക്ക് അത് എതിർക്കപ്പെടേണ്ടതാണ്. എനിക്ക് പറയാനുണ്ട് ഒരു കാര്യം, സന്ദീപിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് എനിക്ക് സന്ദീപിനോട് ഒരു കാര്യം ചോദിക്കാം. സിമി ഓഫീസിന് മുന്നിലാണ് ഇത് ബോംബ് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു സിമി പ്രവർത്തകനും ആ സ്ഫോടനത്തിൽ മരിച്ചില്ല. മരിച്ചത് മൊത്തം
നിരപരാധികളായ പാവപ്പെട്ടവരും കുട്ടികളുമാണ് എന്നുള്ള സത്യം ഞാൻ സന്ദീപിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല സിഖ് കലാപം 1984 നടന്ന സിഖ് കലാപം അത്യന്തം അപലപനീയമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ അതിശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ഈ കുറ്റൊക്കെ ഇതുവരെ അതിന്റെ വിക്ടിംസിന് കിട്ടിയിട്ടില്ല എന്ന് അതും വളരെ സുഖകരമായിട്ടുള്ള സത്യമാണ്. എനിക്ക് പറയാൻ സാധിക്കണം. ഒരു സെക്കൻഡ്, ഞാൻ ചോദ്യങ്ങൾ എന്നോടാകുമ്പോൾ നമുക്ക് തീർച്ചയായും ഗോകുമാർ ചോദിച്ചൊരു കാര്യമുണ്ട് ഹേമന്ത് കർക്കറെ സംബന്ധിച്ച്. ഹേമന്ത് കർക്കറയെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള ആരോപണം മലേഗാവ് കേസുമായി ബന്ധപ്പെട്ടാണ്. പ്രഗ്യാ സിംഗിനെ പീഡിപ്പിച്ചതായി ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹേമന്ത് കർക്കറയ്ക്കെതിരെ ഞങ്ങൾക്ക് ചില വിയോജിപ്പുകളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ബോംബെയിലെ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീരചരമം പ്രാപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബലിദാനത്തിന് ഒരു കുറവും ഞങ്ങൾ കാണുന്നില്ല. അദ്ദേഹം വീരചരമം പ്രാപിച്ചയാളാണ്, ബലിദാനിയാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം എല്ലാ ബഹുമാനങ്ങളും അർഹിക്കുന്നു. ആ രണ്ട് കേസും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ വേട്ടയാടേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ അടുത്ത വിഷയത്തിൽ കിടക്കുകയാണ്. കാരണം നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ അവസാനിക്കില്ല. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഏകദേശം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. എന്തൊക്കെ ചേട്ടൻ റിവാഫിലിപ്പതാണ് കോൺഗ്രസ് പാർട്ടി UDF ഒറ്റക്കെട്ടായിട്ടാണോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? എത്ര സീറ്റുകൾ കേരളത്തിൽ നേടാൻ നിങ്ങളുടെ മുന്നണിക്ക് സാധിക്കും? കോൺഗ്രസ് വളരെ ശക്തമായ ഒരു ക്യാമ്പയിനാണ് നടത്തി വരുന്നത്. കോൺഗ്രസ് മാത്രമല്ല, UDF മൊത്തമായി ഈ പ്രാവശ്യം വളരെ ശക്തമാണ്. മുമ്പെന്നത്തെക്കാളും ഇല്ലാത്ത വിധം ഐക്യമുണ്ട്. ഇത് മാത്രമല്ല ഈ പ്രാവശ്യം കേരളത്തിൽ 20 സീറ്റും അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ മൊത്തമായി പറയുകയാണെങ്കിൽ UPAക്ക് 280 സീറ്റ്. സമാജ്വാദി പാർട്ടി രാഷ്ട്രീയ ദൾ ഇപ്പം ഞങ്ങൾ അവരുമായിട്ടൊരു അലയൻസ് സീറ്റ് വരെ കിട്ടുമെന്ന് കുറിച്ച് ആത്മവിശ്വാസം വിളിച്ചു. ഒറ്റ ചോദ്യം എനിക്ക് കേരളത്തോട് ചോദിക്കുന്നു, എന്താണ് UPA സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്തത്? UPA സർക്കാർ കേരളത്തിൽ ഇത്രയേറെ പ്രൊജക്ടുകൾ നൽകിയ മറ്റൊരു സർക്കാരില്ല എന്നാണ് വാസ്തവം. ഉദാഹരണത്തിന് കാസർഗോഡ് സീതാകളിൽ സ്ഥാപിച്ച HAL ഫാക്ടറി, പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മോസ്, പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് സ്ഥാപിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് റിസർച്ച്, പിന്നെ അതുപോലെ പാലക്കാട് കാഞ്ചിക്കോട്ട് സ്ഥാപിച്ച ഡ്രാഗൺ ഫാക്ടറി, ചേർത്തലയിലെ ഓട്ടോക്രാഫ്റ്റ് ഫാക്ടറി, അതുപോലെ എന്തൊക്കെ പിന്നെ വല്ലാർപാടം വിഴിഞ്ഞം പ്രൊജക്ട്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഈ ഒരു UPA ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അത്രയും പ്രൊജക്ട്സ് ഇതിനു മുമ്പ് എങ്ങും ഇത് കേരളത്തിൽ ലഭിച്ചിട്ടില്ല. അതേസമയം നമ്മൾ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് UDFന് ഒരേ ഒരു MP മാത്രമേ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. എങ്കിൽ പോലും കേരളത്തെ ഇത്രയേറെ ഒരു സർക്കാർ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഗോകുലമാണ്, എനിക്കൊരു ചോദ്യം താങ്കൾ ചോദിക്കാറുണ്ട്. ഇന്നലെ മൻമോഹൻ സിംഗ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം, ദേശീയ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തെങ്കിലും കേരള ഗവൺമെന്റിന് വേണ്ട രീതിയിൽ ഇതൊന്നും നടപ്പിലാക്കാൻ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് വേണ്ടത്ര ഇച്ഛാശക്തി കാണിച്ചില്ല എന്ന് ഇന്നലെ പ്രധാനമന്ത്രി ഇവിടെ വന്നു പറഞ്ഞു. എന്താണ് മൻമോഹൻ സിംഗ് പഠിച്ചതേ പാടും. ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ കേരളത്തിൽ പാലക്കാട് ഡിവിഷൻ ഉണ്ടെന്ന് ഓർമ്മയുണ്ടോ? അതായത് പാലക്കാട് ഡിവിഷൻ ഉണ്ടായിരുന്നു. ഈ ഡിവിഷൻ വെറും പ്രാദേശികവാദത്തിന്റെ പേരിൽ പറഞ്ഞോളൂ. അതായത് പാലക്കാട് എന്നുള്ള ഡിവിഷൻ ഉണ്ടായിരുന്നു കേരളത്തിൽ. വികസനം എന്ന് പറയുന്നത് ഈ ആൾക്കാർ തന്നെയാണ്. അതിന് വിട്ടുമുറിച്ച് ഒരു ഭാഗം കൊണ്ടുപോയി അതായത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തമിഴ്നാടിന്റെ ആയിരിക്കും. വെറും നിസ്സാരമായ പ്രാദേശികത വാദത്തിന്റെ പേര് പറഞ്ഞു. ഇതാണ് എനിക്കും പറയാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കേരളത്തിൽ അർത്ഥമായിട്ട് കിട്ടേണ്ട സാമ്പത്തിക സഹായങ്ങളുടെ എല്ലാം ഉയർത്തി കാണിച്ചിട്ട് ഇതെല്ലാം ഞങ്ങൾ ഗോപ 20 MP ഏകദേശം 18 MP നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്ത് ചെയ്തു ആക്ച്വലി ഡൽഹിയിൽ വേണ്ടത്ര ശബ്ദം കേരളത്തിന് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ല, UP സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ MP ഇതൊരു കോമൺ പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ കോമൺ ഈ പ്രോഗ്രാം എല്ലാം റൈസ് ചെയ്തത് ഇത് UP സർക്കാരാണ്.
അതായത് സഖ്യകക്ഷി 4 വർഷം യാതൊരു അനാവശ്യ ഡിമാൻഡും പറയാതെ 4 വർഷം യാതൊരു അലസൂരോ സർക്കാർ ഉണ്ടാകാതെ ജനങ്ങളുടെ കാര്യം മാറ്റാൻ പറയുന്ന ഒരു പിന്തുണയായിരുന്നു UPA സർക്കാർ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നിസ്സാരമായ അല്ലെങ്കിൽ ആളെ കരാറിന്റെ പേരും പറഞ്ഞിട്ട് ഈ പിന്തുണ ഇല്ലാതാക്കിയത് UPA സർക്കാർ തന്നെയാണ്. ചോദിക്കാനുള്ളത് കേരളത്തിലെ ഇടതു വലതു മുന്നണികളെ കഴിഞ്ഞ 50 വർഷമായിട്ട് മാറി മാറി തുണച്ചു പോരുന്നു കേരളത്തിലെ ജനങ്ങൾ. ഇനി വീണ്ടും BJPക്ക് ഇതുവരെ കേരളത്തിൽ നിന്നൊരു അക്കൗണ്ട് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിനോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും? വിജയ് തീർച്ചയായും എനിക്ക് എളുപ്പം സമയം തരണം. കാരണം എനിക്ക് മുഴുവനായിട്ട് പറയാൻ സമയം അതിനിടയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്യാപ്റ്റൻ UPAയുടെ ലിസ്റ്റിൽപ്പെടുത്തിയ വല്ലാർപാടമൊക്കെ NDA ഗവൺമെന്റ് അനുവദിച്ചതായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. 1. 2, കേരളത്തിലെ ഗോപകുമാർ പറഞ്ഞ പാലക്കാട് ഡിവിഷന്റെ കാര്യം. പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ച് കൊണ്ടുപോയിട്ട് കേരളത്തിന് പകരം ലഭിച്ചത് എന്താ? കേരളത്തിന് പകരം ലഭിച്ചത് ഒട്ടും തന്നെ